പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ട്രിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. LDSയിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. 30 ക്വസ്റ്റ്യൻസോടും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസ്. ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ചു. ഇങ്ങനെ കിട്ടിയ സംഖ്യയിൽ നിന്ന് 1/8 കുറച്ചപ്പോൾ 5/12 കിട്ടി എങ്കിൽ ആദ്യത്തെ സംഖ്യ എത്ര? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഈ വീഡിയോ കാണുന്നതോട് കൂടി തന്നെ നിങ്ങൾ പേപ്പറിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഉത്തരം നോക്കുക. അപ്പോൾ ഒരു സംഖ്യയിൽ നിന്ന് 3/8 കുറച്ചിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയ സംഖ്യയിൽ നിന്നും 1/8 കുറച്ചപ്പോൾ 5/12 കിട്ടി എങ്കിൽ ആദ്യത്തെ സംഖ്യ എത്ര? ഒരു സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് എക്സ് എന്ന് എടുക്കാം. സംഖ്യയിൽ നിന്ന് ഫസ്റ്റ് പറഞ്ഞിട്ട് 3/8 കുറച്ച്, അതിന് ശേഷം 1/8 കുറച്ച്, അപ്പോൾ കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 5/12 കിട്ടിയത്. 5/12 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക. അത് ഈ എക്സ് എന്ന് ഇത് രണ്ടും താണല്ലോ കുറച്ചത്. അപ്പോൾ എക്സ് മൈനസ് ഈ രണ്ട് ഛേദങ്ങളും ഒന്നായത് കൊണ്ട് നമുക്ക് 4/8 ഈക്വൽ ടു 5/12. ഈ 4/8 നമുക്ക് 1/2 എഴുതാം. കാരണം 4 2 പ്രാവശ്യം താഴെ. അപ്പോൾ എക്സ് മൈനസ് 1/2 5/12 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇത് 2 കൂട്ടിയാൽ മതിയല്ലോ. ഈ മൈനസ് 1/2 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. 5/12 പ്ലസ് 1/2 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഛേദങ്ങൾ തുല്യമാക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ 12 കൊണ്ട് 2ന് ഗുണിച്ചാൽ 6. അപ്പോൾ 5 + 6 / 12 ഈക്വൽ ടു 11/12. അപ്പോൾ ഇതിൻ്റെ ആൻസർ 11/12. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എയുടെയും ബിയുടെയും വരുമാനങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3. അവരുടെ ചെലവുകൾ തമ്മിലുള്ള അംശബന്ധം 1:2. ഓരോരുത്തരും 2400 രൂപ മിച്ചം വെക്കുന്നുവെങ്കിൽ എയുടെ വരുമാനം എത്ര? എയുടെയും ബിയുടെയും വരുമാനങ്ങൾ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുള്ളത് അത് 5:2 ആണ്. അവരുടെ ചെലവുകൾ തമ്മിലുള്ള അംശബന്ധം 1:2. അവർ മിച്ചം വെക്കുന്നത് 2400 ആണെങ്കിൽ എയുടെ വരുമാനം. കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അംശബന്ധം 2:3 ആണ്. അപ്പോൾ എയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ എയുടെ വരുമാനം നമുക്ക് 2x എന്ന് എടുക്കാം. ബിയുടെ വരുമാനം എന്ന് നമുക്ക് 3x എടുക്കാം. കാരണം ഇവിടെ തന്നിട്ടുണ്ടല്ലോ 2x 3x നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ചെലവ് എന്ന് പറയുന്നത് വരുമാനം മൈനസ് മിച്ചം വെക്കുന്ന ബാലൻസ് ആണല്ലോ. മിച്ചം എന്നെഴുതാം. ഈ ചെലവെന്ന് പറയുന്നത് വരുമാനം മൈനസ് മിച്ചം വെക്കുന്ന തുകയാണ് ഈ ചെലവെന്ന് പറയുന്നത്. ഇവിടെ എയുടെ ചെലവ് എന്ന് പറഞ്ഞാൽ 2x മൈനസ് ഈ 2400 ആണ്. അതുപോലെ ബിയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ 3x മൈനസ് 2400. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2x മൈനസ് 2400 / 3x മൈനസ് 2400 എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് 1:2 എന്നുണ്ട്. 1/2 തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നതാണ് ഈ കാര്യങ്ങൾ. ഇനി നമ്മളിത് ക്രോസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 2x × 2 4x എന്ന് വരും.
മൈനസ് 2400 ഇൻറ്റു 2 4800 ഈക്വൽ ടു 3 ഇവിടെ 1 2 സെയിം വരും 3x മൈനസ് 2400. അപ്പോൾ 4x നിന്ന് 3x പോയാൽ 1x ഇസ് ഈക്വൽ ടു ഈ 2400 മൈനസ് 2400 ഇവിടെ മൈനസ് 400 പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. പ്ലസും മൈനസ് 2400 പോയാൽ 2400 വരിക. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 2400 ഇവിടെ ചോദിച്ചിട്ടുള്ളത് എയുടെ വരുമാനം. എയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ 2x ആണല്ലോ. അപ്പോൾ എയുടെ വരുമാനം 2x ഇൻറ്റു 2 ഇൻറ്റു 2400 അപ്പോൾ 4800. എയുടെ വരുമാനം 4800. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എയും ബിയുടെയിൽ അംശബന്ധം അവർ തന്ന പോലെ തന്നെ 2x മൈനസ് 2400 ഇവിടെ അവരുടെ മിച്ചം വെക്കുന്ന തുക തന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ 12.6 സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പിയെ 5:1 എന്ന അംശബന്ധത്തിൽ മുറിച്ചാൽ വലിയ കഷ്ണത്തിൻ്റെ നീളം എത്ര? അപ്പോൾ ഇവിടെ 12.6 സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പിയാണ്. അത് 5:1 അവരുടെ മുറിക്കുന്ന രീതി. അപ്പോൾ വലിയ കഷ്ണം എന്ന് പറയുമ്പോൾ ഈ 5 ആണല്ലോ. അപ്പോൾ നമുക്ക് 12.6 എന്നതിൽ നമുക്ക് പോയിന്റ് ഒഴിവാക്കാം. നമുക്ക് നമ്മൾ എളുപ്പത്തിന് വേണ്ടി പോയിന്റ് ഒഴിവാക്കാം. അതിനുശേഷം 5 അതിൻ്റെ വലിയ സംഖ്യ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ അംശബന്ധം എന്ന് പറഞ്ഞാൽ 6. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. 6 12-ൽ 2 പ്രാവശ്യം, 6 6-ൽ 1 പ്രാവശ്യം, 21 ഇൻറ്റു 5 20 ഇൻറ്റു 5 100 21 ഇൻറ്റു 105 എന്ന് വരും. 105 ആൻസർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു പോയിന്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു സംഖ്യ ഒരു അക്കം ഒഴിവാക്കിയിട്ട് പുറത്താണ് നമ്മൾ പോയിന്റ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ 10.5 എന്ന്. വേറെ ക്വസ്റ്റ്യൻ 10-നും 55-നും ഇടയ്ക്ക് 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 2 കൊണ്ടും 3 കൊണ്ടും ശേഷം ഹരിക്കാവുന്ന സംഖ്യ 6 കൊണ്ടും തീർച്ചയായും ഹരിക്കാം. അപ്പോൾ നമ്മൾ 6ൻ്റെ ഗുണിതങ്ങൾ നോക്കിയാൽ മതി. 10-നും 55-നും എത്ര 6ൻ്റെ ഗുണിതങ്ങൾ ഉണ്ട് നോക്കുക. ഒന്നുമില്ല നിങ്ങൾക്ക് മാനുവലായിട്ട് നോക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ ബേസ് നമ്മുടെ പ്രോഗ്രഷൻ കാണുന്ന പോലെ അവസാന പദം മൈനസ് ആദ്യ പദം പദങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. അവസാന പദം മൈനസ് ആദ്യ പദം പൊതുവ്യത്യാസം പ്ലസ് 1. പൊതുവ്യത്യാസം ഇവിടെ 6 ആണെന്നുള്ളതാണ് ഞാൻ 6 ഇട്ടത്. അപ്പോൾ അവസാന പദം എന്ന് പറഞ്ഞാൽ 60-ന് 6 കുറച്ചാൽ 54 അവസാന പദം. മൈനസ് 10 കഴിഞ്ഞാൽ 6 കഴിഞ്ഞാൽ 12. അപ്പോൾ 12 10 കഴിഞ്ഞാൽ 12 6ൻ്റെ ഗുണിതം. ഹരിക്കണം പൊതുവ്യത്യാസം 6 പ്ലസ് 1. അപ്പോൾ 54 മൈനസ് 12 പോവാം. അപ്പോൾ നമുക്ക് 42 കിട്ടും. ഹരിക്കണം 6 പ്ലസ് 1. 42-ൽ 6 എന്ന് പറയുന്നത് 7 7 പ്ലസ് 1 8. ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് 6ൻ്റെ ഗുണിതം നമുക്കറിയാലോ 6ൻ്റെ ഗുണിതം. അപ്പോൾ അതാണ് എളുപ്പം. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള വലിയ വലിയ സംഖ്യകൾ വരുമ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വേറെ ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളിൽ മലയാളം പരീക്ഷയിൽ 22 കുട്ടികൾക്ക് 25 മാർക്ക് വീതവും 18 കുട്ടികൾക്ക് 30 മാർക്ക് വീതവും ബാക്കിയുള്ള കുട്ടികൾക്ക് 16 മാർക്ക് വീതവും ലഭിച്ചു. എന്നാൽ ശരാശരി മാർക്ക് എത്ര? ഇവിടെ പറഞ്ഞിട്ടുണ്ട് മലയാളം പരീക്ഷയിൽ 22 കുട്ടികൾക്ക് 25 മാർക്ക്. ഇപ്പോൾ 22 20 ഇൻറ്റു 25 500, 2 ഇൻറ്റു 25 50 550. അതുപോലെ 18 കുട്ടികൾക്ക് 30 മാർക്ക്. 18 ഇൻറ്റു 30 20 ഇൻറ്റു 30 ചെയ്തിട്ട് 60 മൈനസ് ചെയ്താൽ മതി. 20 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 600 600-ന് 60 മൈനസ് ചെയ്യുമ്പോൾ 540. അതുപോലെ 10 ഇൻറ്റു 16 160. ഒരു 0 കൂട്ടിയിട്ടാൽ 16 ഒരു 0 കൂട്ടിയിട്ടാൽ 160. ഇപ്പോൾ ടോട്ടൽ ചെയ്താൽ നമുക്കറിയാം 0
1250 ടോട്ടൽ മാർക്ക്. ഇനി നമ്മൾ ഈ ടോട്ടൽ മാർക്കിൻ്റെ ശരാശരി മാർക്കാണ് ചോദിച്ചില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികളെ നമുക്ക് ഹരിച്ചാൽ മതി. അപ്പോൾ 1250 ഹരിക്കണം 50, 0 കട്ട് ചെയ്തിട്ട് 5 12 2 പ്രാവശ്യം, ബാക്കി 2 25 5. അപ്പോൾ 25 ശരാശരി അവരുടെ മാർക്ക്. വേറെ ക്വസ്റ്റ്യൻ, 1/10⁸ ദശാംശ ബിന്ദു കഴിഞ്ഞ് 1 മുമ്പ് എത്ര പൂജ്യങ്ങൾ ഉണ്ടാവും? നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. കാരണം എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയുന്നവർക്ക് ഡയറക്റ്റ് ചെയ്യാം, അറിയാത്തവർ എന്ത് ചെയ്യുക, 10:1 എന്ന് പറഞ്ഞാൽ 10 10:2 എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ 2 എന്ന് വന്നപ്പോൾ ഇവിടെ 2 പൂജ്യം വന്ന്. അതുപോലെ 10:3 എന്ന് പറഞ്ഞാൽ 1000. അപ്പോൾ ഇവിടെ 3 വന്നപ്പോൾ ഇവിടെ 3 പൂജ്യം വന്നു. അതുപോലെ 10:4 അങ്ങനെ പോകും. അപ്പോൾ 10:8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 പൂജ്യം വരും. 2 3 4 5 6 7 8 പൂജ്യം വരും. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത്, ഇവിടെ ദശാംശ ബിന്ദു കഴിഞ്ഞ് 1 ഹരിച്ചതിന് ശേഷം ദശാംശ ബിന്ദു കഴിഞ്ഞ് 1 മുമ്പ് എത്ര പൂജ്യങ്ങളുണ്ടാവും നോക്കണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 1/10 എത്ര നോക്കുക. 1/10 എന്ന് പറയുമ്പോൾ 0.1 ആണല്ലോ. അതുപോലെ 1/100 എത്ര നോക്കുക. അപ്പോൾ 0.01 വരും 100. അപ്പോൾ നമുക്ക് ഇനി 1/1000 എത്ര നോക്കുക. 1/1000 അപ്പോൾ വരുന്നത് 0.001. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 3 പൂജ്യം ഉള്ളത് ഇവിടെ ദശാംശം ഇടുമ്പോഴുള്ളൂ ഇവിടെ 2 പൂജ്യമുള്ളൂ. അതുപോലെ ഇവിടെ 2 പൂജ്യം ഉള്ളത് ഇവിടെ 1 പൂജ്യമുള്ളൂ. അപ്പോൾ ഇവിടെ 8 പൂജ്യമുള്ളത് എത്ര ആവും? 1 മൈനസ് 7 പൂജ്യവും. അതാണ് അതിൻ്റെ ഐഡിയ എത്ര ഉള്ളൂ. അപ്പോൾ 7 പൂജ്യം വന്നിട്ട് 0.02345671 ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് 1 മുമ്പ് എത്ര പൂജ്യങ്ങളുണ്ടാവും? അപ്പോൾ 7 പൂജ്യങ്ങൾ. ആ ഒരു ഐഡിയ അനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. എല്ലാ ക്വസ്റ്റ്യനും, ഒരു ക്വസ്റ്റ്യനും പോലും വിട്ടുപോകരുത്. നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. 2700 രൂപ പരസ്യ വിലയുള്ള മേശ 5% കിഴിവിൽ വിറ്റപ്പോൾ 8% ലാഭം കിട്ടി എങ്കിൽ മേശയുടെ യഥാർത്ഥ വില എന്ത്? 2700 പരസ്യവില. അപ്പോൾ മേശ 5% കിഴിവില വിറ്റത്. അപ്പം 5% കിഴിവ് എന്ന് പറയുമ്പോൾ 100% ഇതാകുമ്പോൾ 95% വിറ്റത്. അപ്പോൾ നമുക്ക് വിറ്റ് വില നോക്കാം. 2700 × 95 ആയിരിക്കണം 100%. 95% എടുത്തത്. അപ്പോൾ നമുക്ക് നോക്കാം. 2 പൂജ്യം കട്ട് ചെയ്തു. ഇനി 27 × 95 നോക്കാം. 27 × 95 എന്ന് പറയുമ്പോൾ 2500. 27 × 95 2565. ഇനി നമ്മൾ 8% ലാഭം കിട്ടിയെങ്കിൽ മേശയുടെ യഥാർത്ഥ വില എന്ത്? അപ്പോൾ ഈ 2565 എന്ന് പറയുന്നത് 108%. കാരണം 8% ലാഭം അടങ്ങിയ വിലയാണ് 2565 എന്ന് പറയുന്നത്. ഇനി നമുക്ക് 100% കാണാം. ഒരു സംഖ്യയുടെ 108% കിട്ടിയതിൻ്റെ 100% കാണാൻ ഇവിടെ 2565 ഹരിക്കണം 108. 108% അതിൻ്റെ 100% × 100 ചെയ്താൽ മതി. ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 2375 രൂപ. 2375 രൂപയാണ് അതിൻ്റെ യഥാർത്ഥ വില. അത് 8% ലാഭത്തിൽ വിറ്റപ്പോഴാണ് 2565 രൂപക്ക് വിറ്റത്. അത് വീണ്ടും പരസ്യവില 2700 അവിടെ പരസ്യവില കൊടുത്തത്. അതിൽ നിന്നും 5% കുറച്ച് 2565 കൊടുത്തത്. അപ്പോൾ നമ്മുടെ ആൻസർ 2375. അടുത്തത്, ജോണും ജേക്കബും ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിരുന്നു. ജോൺ മൊത്തം വോട്ടിൻ്റെ 35% വോട്ടുകൾ നേടി. അയാൾ 450 വോട്ടിന് തോറ്റു.
അസാധു ഒന്നും തന്നെ ഇല്ലെങ്കിൽ ആകെ വോട്ടുകളുടെ എണ്ണം എത്ര? ഇവിടെ ജോൺ എന്ന് പറയുന്ന ആള് 35% വോട്ടുകളാണ് കിട്ടിയത്. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് ഉറപ്പായിട്ടും ജേക്കബിന് ഉറപ്പായിട്ടും ബാക്കിയുള്ള വോട്ടാണ് കിട്ടിയത്. 100% മൊത്തം വോട്ടുകൾ ഉണ്ടാകുക. അതിന് 100% ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത്. അതിന് 35% കുറച്ച് നമുക്കറിയാം 65% ഇതിൻ്റെ ബാക്കി വോട്ട് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ട് ജോൺ മൊത്തം വോട്ടിൻ്റെ 35% വോട്ടുകൾ നേടി. അയാൾ 450 വോട്ടിന് നേടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ജേക്കബാണ് ജയിച്ചത്. ജേക്കബ് ജയിച്ച വോട്ടുകൾ, ജേക്കബിന് അധികം ലഭിച്ച വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ലഭിച്ച വോട്ടുകൾ എന്ന് പറഞ്ഞാൽ 65 - 35 30% വോട്ടുകളാണ് ജേക്കബിന് അധികം ലഭിച്ച വോട്ട്. ആ അധികം ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ട് 450 വോട്ടാണ്. അപ്പോൾ ഈ 30% എന്ന് പറയുന്നത് 450 അപ്പോൾ 30% തന്നാൽ നമുക്ക് 100% കാണാൻ 450 ഹരിക്കണം 30 × 100 ചെയ്താൽ നമുക്കതിൻ്റെ ടോട്ടൽ വോട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. 45-ൽ 3 4-ൽ 3 ഒരു പ്രാവശ്യം, ബാക്കി 15-ൽ 3 5 പ്രാവശ്യം. 15 × 100 എന്ന് പറയുമ്പോൾ 1500. മൊത്തം അവിടെ നേടിയ മൊത്തം വോട്ട് 100% വോട്ട് എന്ന് പറയുന്നത് 1500 വോട്ടാണ്. അതിൽ 35% ജോൺ നേടിയത്, 65% ജേക്കബും. അപ്പോൾ മൊത്തം അവിടെ നടന്ന പോളിംഗ് ആയ വോട്ട് 1500 വോട്ടുകളാണ്. വേറെ ക്വസ്റ്റ്യൻ, 2/3 + 1/2 + 1/4 3/1/2 എത്ര? 2/3 + 1/2 + 1/4 ഇൻറ്റു ഇവിടെ 3/1/2 നമുക്ക് മിശ്രഭിന്നമാക്കാം. 3 × 2 6, 6 + 1 7, 7/2 ഇത് നമുക്ക് ചെയ്യാം. ഇത് മൊത്തത്തിൽ നമുക്ക് കൂട്ടി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഛേദങ്ങൾ ഒന്നാക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ ലസാഗുവായ 3, 2, 4 ലസാഗു 12 അപ്പോൾ 12 2 × 2 6 പ്ലസ് ഇവിടെ 12 പ്ലസ് ഇവിടെ 2 × 3 വരിക. 12 × 3 4 പ്ലസ് 12 × 2 6 പ്ലസ് 12 × 4 3. ഇവിടെ 2 കൊണ്ടുകൊണ്ട് ഇവിടെ 2 എടുക്കുക. അപ്പോൾ 2 × 4 8 + 6 + 3 ഹരിക്കണം 12 വരും. അപ്പോൾ 8 × 6 3, 8 × 6 14, 14 3 17, 17/12 × 7/2 വരും. ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 17 × 7 119 ഹരിക്കണം 12 × 2 24. അപ്പോൾ ആൻസർ 119/24 വരുന്നത്. വേറെ ക്വസ്റ്റ്യൻ, 5, 13, 21 എന്ന സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 181? 181 എന്നിവ എത്രാമത്തെ പദമാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പദങ്ങളുടെ പ്രോഗ്രസിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. അതുകൊണ്ട് അവർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അത് കാണാത്തവർ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഒന്ന് കാണുക. അതിലെല്ലാവിധ ശ്രേണിയുടെയും പദങ്ങളുടെ എണ്ണം, പദങ്ങളുടെ തുക ഒക്കെ കാണാനുള്ള ഇക്വേഷൻസൊക്കെ അതിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ n-ാം പദം കാണാനുള്ള ഇക്വേഷൻ അറിയാം. n-ാം പദം കാണാൻ നമുക്കറിയാം a + n - 1 × d ആണ് n-ാം പദം. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 5 ആദ്യ പദം. അതുപോലെ d എന്ന് പറയുന്നത്
ഇവിടെ പൊതുവ്യത്യാസം ഇവിടെ ഇട്ടാം. അതുപോലെ ഇവിടെ n-ാം പദം നമുക്ക് തന്നിട്ടുണ്ട് 181. n-ാം പദം അല്ല, n-ാം പദമാണ്. n-ാം പദം നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. 5 പ്ലസ് n-1 d എന്ന് പറയുന്നത് 8 ഈക്വൽ ടു 181 നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പദങ്ങൾ എത്രാമത്തെ പദമാണ് 181 എന്ന് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. 5 പ്ലസ് 8n മൈനസ് 8 ഈക്വൽ ടു 181. അപ്പോൾ 8n എന്ന് പറയുന്നത് 181 പ്ലസ് 5 ഇങ്ങോട്ട് വരുമ്പോൾ -5 ആവും. ഈ -8 ഇങ്ങോട്ട് വരുമ്പോൾ +8 ആവും. അപ്പോൾ 8n എന്ന് പറയുന്നത് 181 മൈനസ് 5 പ്ലസ് 8 181. അപ്പോൾ 184. 8n 184 ആകുമ്പോൾ n എന്ന് പറയുന്നത് n = 184 ഹരിക്കണം 8. 18 8 8 16 2 പ്രാവശ്യം, ബാക്കി 2 24 3 പ്രാവശ്യം. അപ്പോൾ 23 പ്രാവശ്യമാണ് 23ാമത്തെ പദമാണ് ഈ 181. 5, 13, 21 എന്ന ശ്രേണിയിലെ 23ാമത്തെ പദമാണ് 181 എന്ന് പറയുന്നത്. വേറെ ക്വസ്റ്റ്യൻ. ബിജു വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് ക്ലോക്ക് വൈസ് ദിശയിൽ 45 ഡിഗ്രി തിരിഞ്ഞ് വീണ്ടും അയാൾ 90 ഡിഗ്രി അതേ ദിശയിൽ തിരിഞ്ഞു. അതിനുശേഷം 180 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ തിരിഞ്ഞു എങ്കിൽ ഇപ്പോൾ ഏതു ദിശയിലാണ് തിരിഞ്ഞു നിൽക്കുന്നത്? ദിശകളെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയൂ. നമുക്ക് ദിശ നോക്കാം. വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്. ഇനി നമുക്ക് ബാക്കിയുള്ളതെന്ന് പറയണം. ഇവിടെ വടക്ക് പടിഞ്ഞാറ്, ഇവിടെ വടക്ക് കിഴക്ക്, ഇവിടെ തെക്ക് കിഴക്ക്, ഇവിടെ തെക്ക് പടിഞ്ഞാറ്. അപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെയാണ് തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് നമ്മൾ പറഞ്ഞു ഇവിടെയാണ് വരുന്നത്. വടക്ക് പടിഞ്ഞാറ് ഇവിടെ നിൽക്കുകയാണ് നമ്മുടെ ബിജു. അവിടെ നിന്ന് ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെയല്ല വരിക, റൗണ്ട് ഇങ്ങോട്ട് വരിക. ആൻറ്റി ക്ലോക്ക് പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് റിട്ടേൺ. നമ്മൾ ക്ലോക്ക് എങ്ങനെയാണോ കറങ്ങുന്നത് അതുപോലെയാണ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി തിരിഞ്ഞു വരാം. 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ തിരിഞ്ഞത് ഇങ്ങോട്ട് 45 ഡിഗ്രി ഇവിടെ തിരിഞ്ഞു, 45 ഡിഗ്രി തിരിഞ്ഞു. വീണ്ടും അയാൾ 90 ഡിഗ്രി അതേ ദിശയിൽ തിരിഞ്ഞ് വീണ്ടും അയാൾ തിരിഞ്ഞത് 90 90 ഡിഗ്രി തിരിഞ്ഞ്. അതിനുശേഷം 180 ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ തിരിഞ്ഞ്, ഇവിടെ 90 ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ തിരിഞ്ഞു എങ്കിൽ ഏത് ദിശയിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് പറയുമ്പോൾ തിരിച്ച് റിട്ടേൺ ഇത്. അപ്പോൾ അയാൾ തിരിഞ്ഞത് 45 90 വീണ്ടും 90. അപ്പോൾ ഇവിടെയാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്? അയാൾ നിൽക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. പടിഞ്ഞാറ് ദിശയിലേക്കാണ് അയാൾ തിരിഞ്ഞു നിൽക്കുന്നത്. വേറെ ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ് 50 കുട്ടികളിൽ രജിസ്റ്ററിൽ ആദർശ് മുകളിൽ നിന്ന് 8ാമനാണ്, അനിൽ താഴെ നിന്നും 20ാമനും. എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? ഈ ക്വസ്റ്റ്യൻ ക്യൂ ഒരു വരിയിൽ എത്ര കുട്ടികളുണ്ടെന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്
ഇവിടെ 50 കുട്ടികളുണ്ട്. 50 കുട്ടികളിൽ ആദർശ് 8-ാമനും അനിൽ നിന്നും താഴെ 20-ാമനും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുള്ളൂടെ, ഇത് ആദർശ് ഇപ്പോൾ 10 കുട്ടികളാണെങ്കിൽ ഇവിടെ 10 കുട്ടികൾ ആണ് ഒരു ക്യൂവിലുള്ളതെങ്കിൽ 5-ാമനാണ് ആദർശ്, മുന്നിൽ നിന്നും ബാക്കിൽ നിന്ന് 5-ാമനും മുന്നിൽ നിന്നും 8-ാമനും ആണെങ്കിൽ നമുക്കറിയാം 5ഉം 8ഉം 13. അപ്പോൾ ആകെ 10 കുട്ടികളുള്ളത് 13 കുട്ടികൾ ഇവിടെ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വരി ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് ഉത്തരം കിട്ടിയിരുന്നത്. ആ ഒരു കേസല്ല ഇവിടെ വന്നിരിക്കുന്ന 50 കുട്ടികളിൽ 8-ാമനാണ്. 8-ാമൻ ആദർശ്, അനിൽ താഴെ നിന്ന് 20-ാമൻ, മൊത്തം 28 കുട്ടികളായിട്ടുള്ളൂ. അപ്പോൾ ആ വരിക്കുള്ളിൽ അവർക്കിടയിൽ എത്രയോ കുട്ടികളുണ്ട് അത് കാണാൻ നമ്മൾ ടോട്ടൽ കുട്ടികളിൽ നിന്നും അത് കുറച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. 28 കുറച്ചാൽ 22 കുട്ടികളാണ് അവർക്കിടയിലുള്ളത്. ഇനി അവർ ക്രോസ് ചെയ്യുകയാണ്. ഇവിടെ 38-ാമതൊക്കെ 20 തന്ന്, ഇനി ആദർശ് മുകളിൽ നിന്നും 20 അല്ലെങ്കിൽ 32-ാമൻ എന്ന് പറഞ്ഞു. അപ്പോൾ 52 കുട്ടികളായി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അപ്പോൾ അവിടെ നിന്നും അവർ 2 പേരുടെയും ആ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. കാരണം ആ ഒരു ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് 50-ൽ കൂടുതലാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ എണ്ണം തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആൻസർ കിട്ടും. 50-ന്ന് 28 കുറച്ചാൽ നമുക്ക് 22 ആൻസർ കിട്ടും. വേറെ ക്വസ്റ്റ്യൻ, 2016-2017 വർഷങ്ങളിൽ ആകെ എത്ര ദിവസങ്ങളുണ്ട്? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം 2016 എന്ന് പറയുമ്പോൾ ഒരു അതിവർഷമാണ്. അതിവർഷത്തിൽ നമുക്ക് സാധാരണ വർഷത്തിൽ 365 ആണെങ്കിൽ അതിവർഷത്തിൽ ഒരു ദിവസം കൂടുതലാണ്. ഇപ്പോൾ 2016 അതിവർഷം കാണാൻ 4 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം വരാത്ത ഇയറാണ് അതിവർഷം എന്ന് പറയുന്നത്. 366 ദിവസം ഉണ്ടാവും. അതുപോലെ 2017 നമുക്ക് വരുന്നത് 365 ദിവസം. 131 ദിവസമാണ് 2016-17 വർഷങ്ങളിലുള്ളത്. ഒരു പ്രത്യേക ഗണിതത്തിൽ 2 × 5 - 1 2 × 4 - 5 = 1, 4 × 3 - 5 2 ആണ്. അതുപോലെ 6 × 5 - 5 6 ആണ്. 8 × 6 - 5 9 ആയാൽ 10 × 7 - 5 എത്രയായിരിക്കും? ഇപ്പോൾ 2 × 4 - 5 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐഡിയ എന്ന് പറഞ്ഞാൽ 2 + 4 - 5. അപ്പോൾ 6 - 5 1 ആണ്. അതുപോലെ 4 × 3 - 5 2 ആണ്. അപ്പോൾ നമുക്ക് 4 + 2 - 5. അപ്പോൾ 7 - 5 2. ആ ഐഡിയ അനുസരിച്ച് 10 × 7 - 5 10 + 7 17 10 + 7 - 5 17 - 5 നമുക്ക് ആൻസർ കിട്ടുന്നത് 12. അപ്പോൾ എന്തെങ്കിലും ഒരു ബന്ധമായിട്ട് അതിലുണ്ടാവും. ആ ബന്ധം പെട്ടെന്ന് കണ്ടുപിടിക്കുക, കാരണം നമ്മൾ ടൈം വേസ്റ്റ് ആവും. അപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, പിന്നെ ലാസ്റ്റ് നമുക്ക് ടൈം കിട്ടുമ്പോൾ അത് നോക്കിയാൽ മതി. ഇവിടെ ഒരു ത്രികോണത്തിന് ചിഹ്നമുണ്ട്. സ്ഥാനത്ത് ഉചിതമായ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. ഇപ്പോൾ ഇവിടെ 10 4 12 52 ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് 15 4 8 എന്നാണ്. പിന്നെ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ ഏതാണോ ആ ഒരു സംഖ്യ നമ്മളിവിടെ എഴുതാം. എന്നിട്ട് അത് കിട്ടുന്നുണ്ടോ നോക്കുക. എങ്ങനെയും കുളിച്ച് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. അത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നിട്ടുള്ള ഈ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യാനും പെട്ടെന്ന് കിട്ടും. ഇവിടെ നമുക്ക് 10 × 4 40 ആണ്. 40 + 12 52 ആണ്. അതേ ഇക്വേഷൻ തന്നെ ഇവിടെയും ചെയ്യാം. 15 × 4 + 8. അപ്പോൾ 15 × 4 60 ആണ്. 60 + 8 68. വേറെ ക്വസ്റ്റ്യൻ, 3 × 2 46, 3 × 1 26, 2 × 5 104 ആയാൽ 7 × 2 എത്ര?
ഒരു ക്ലൂവും നമുക്ക് പെട്ടെന്ന് കിട്ടില്ല ഈ ഒരു ക്വസ്റ്റ്യനിൽ. കാരണം 3×2 46 നമ്മളെ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള PSC തരുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. 3×2 46, 3×1 26. അപ്പോൾ ഇവിടെയുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ 3×2 46. 3×2 + 2×20 ആണ് 46. 3×2 2, 2×20 40, 46. അതുപോലെ തന്നെ 3×1 എന്ന് പറയുമ്പോൾ അത് 26 എന്ന് പറഞ്ഞു. 3×2 + 1×20 അത് 3×2 6, 20, 26. അടുത്ത് 2×5 104 പറഞ്ഞു. 2×2 + 5×20 2×2 4, 5×20 100, 104. അടുത്തത് 7×2 നമ്മോട് എത്ര ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ നമുക്ക് കിട്ടുന്നത് 7×2 + 2×20 40, 7×2 14. അപ്പോൾ മൊത്തം 54 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നിഘണ്ടു ക്രമത്തിൽ വരുന്ന 4ാമത്തെ വാക്കേത്? ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൽ 4ാമത്തെ വാക്കേത്? ഇങ്ങനത്തെ നിഘണ്ടു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ പൊതുവായിട്ടുള്ള ഫസ്റ്റ് എല്ലാം പൊതുവായിട്ട് വരും. PO തന്നിട്ടുണ്ട്. അപ്പോൾ PO എല്ലാം ചെയ്യാം. 4ാമത്തെ വാക്കാണ് ചെയ്യുന്നത് PO. ഇനി അടുത്ത വാക്ക് ഏതാ നോക്കാം. ഇവിടെ R ഉണ്ട്, S ഉണ്ട്. ഫസ്റ്റ് R വരും, പിന്നെയാണ് S വരിക, ലാസ്റ്റാണ് U വരും. ഇനി നമ്മൾ അത് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ ലാസ്റ്റ് വരുന്നത് POU എന്ന് വരുന്ന ഈ ഒരു വാക്കായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ 4ാമത് വരുന്ന വാക്കാണ് ആൻസർ. അപ്പോൾ 4ാമത് വരുന്ന ഈ നിഘണ്ടു ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഫസ്റ്റ് 2 വാക്യങ്ങൾ എല്ലാം സെയിം ആയിരിക്കും. പിന്നെ വരുന്ന ലാസ്റ്റ് വരുന്ന ഏതാണോ അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞിരിക്കും. ക്വസ്റ്റ്യൻ, 5 കുട്ടികളിൽ PQRST ഒരു ബെഞ്ചിലിരിക്കുന്നു. PQവിൻ്റെ ഇടത്തും ആറിൻ്റെ വലത്തും P എന്നത് Qവിൻ്റെ ഇടത്തും ആറിൻ്റെ വലത്തുമാണ് ഇരിക്കുന്നത്. S Qവിൻ്റെ വലത്തും എന്നാൽ Tയുടെ ഇടത്തുമാണ്. എന്നാൽ മധ്യത്തിൽ ഇരിക്കുന്നത് ആരാണ്? ഇപ്പം നമുക്ക് നോക്കാം. P എന്ന ആള് Qവിൻ്റെ ഇടത്താണ്. അപ്പോൾ Q എന്ന് പറയുന്നത് ഇവിടെയാണ്. Qവിൻ്റെ നേരെ ഇടത്ത് വശത്താണ് P. അതുപോലെ ആറിൻ്റെ വലത്തുമാണ്. അപ്പോൾ R എന്ന ആളുടെ വലത്താണ് P എന്നിരിക്കുന്നത്. ഇനി S Qവിൻ്റെ വലത്തും, S എന്ന് പറയുന്നത് Qവിൻ്റെ വലത്താണ്. Q എന്ന് പറയുന്നതിൻ്റെ വലത്താണ് S. അതുപോലെ Tയുടെ ഇടത്തുമാണ്. Tയുടെ ഇടത്താണ് Tൻ്റെ ഇടത്ത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇടത് കൈയും വലത് കൈയും സങ്കല്പിക്കുക. നമ്മളാണ് അത് നോക്കുക. നമ്മളാണ് ഈ പറയുന്ന വ്യക്തികൾ. P എന്ന് പറയുമ്പോൾ നമ്മളാണ് P, മറ്റേ Q എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ S എന്ന് പറയുമ്പോൾ നമ്മളാണ് S എന്ന് ആ രീതിയിൽ എടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ആ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മളെ വലത് കൈയും ഇടത് കൈയും വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ PRPQST എന്ന് കിട്ടും. അതിൽ സെൻട്രൽ ആരാണ്? Q ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ Q ആണ്. വേറെ വിഷയം, 12:05 സമയം കാണിക്കുമ്പോൾ ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? കോണളവ് നമുക്കറിയാം. കോണളവ് കാണാൻ അവർ ഇൻറ്റു 30 മൈനസ് മിനിറ്റ് ഇൻറ്റു 11/2 അല്ലെങ്കിൽ 5.5 രണ്ടും ചെയ്യാം. നമ്മൾ നിശ്ചയത്തിനനുസരിച്ച് ചെയ്യാം. അത് കുറക്കുക. ഈ കിട്ടുന്ന സംഖ്യ 180 മുകളിലാണെങ്കിൽ നമ്മൾ 360 കുറക്കണം. അല്ലെങ്കിൽ 180 താഴെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ സംഖ്യ തന്നെയായിരിക്കും ആൻസർ.
അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 12 × 30 മൈനസ് 5 × 11/2. 12 × 30 നമുക്ക് കിട്ടും 12 × 30 360. അഞ്ച് 11/2 എന്ന് പറഞ്ഞാൽ 5 × 11 ഒരു 5 × 11 55. 55-നെ 2 കൊണ്ട് ഹരിച്ചാൽ 27.5 വരും. ഇവിടെ നമുക്ക് മൊത്തം കിട്ടുന്നുണ്ട് 360 പ്ലസ് 360 മൈനസ് 27.50 ആണ് പ്ലസ് കൂട്ടിയത്. സോറി. അപ്പോൾ 332.50 കിട്ടുന്നുണ്ട്. ഈ 332.50 നമ്മൾ എന്ന് പറഞ്ഞ 100-ന് മുകളിലാണ്. അപ്പോൾ 150-ന് മുകളിലാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 360 മൈനസ് 332.50. അപ്പോൾ 27.5 ഡിഗ്രി. ഇവിടെ നമുക്ക് 27.5 ഡിഗ്രി കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കുക വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ 360 കിട്ടിയാൽ 12-ന്റെ കാര്യത്തിൽ 360 കിട്ടിയാൽ നമ്മൾ പിന്നെ ഗുണിക്കേണ്ട പിന്നെ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 27.5 തന്നെ ആയിരിക്കും ആൻസർ. ഇവിടെ 360 കിട്ടിയാൽ നമ്മളിത് മൈനസ് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും 150-ന്റെ മുകളിലായിരിക്കുമല്ലോ ആൻസർ. അപ്പോൾ നമ്മൾ 360 വീണ്ടും മൈനസ് ചെയ്യണം. അതിന് പകരം ഇവിടെ 360 ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ 12 × 30 12 മണിയാകുമ്പോൾ തീർച്ചയായും 360 കിട്ടുക. അപ്പോൾ 12-ന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന 12 മുതൽ 1 മണി വരെയുള്ള സംഖ്യകൾ തരികയാണെങ്കിൽ നിങ്ങൾക്ക് 360 ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഈ ഒരു സംഖ്യ 27.5 ചെയ്താൽ മതി. അപ്പോൾ 27.5 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പോൾ പെട്ടെന്ന് ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ നേരത്തിൽ ഈ മെത്തേഡിൽ തന്നെ ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ. ടെമ്പിൾ എന്ന വാക്ക് ഉപയോഗിച്ച് UGP OJP എന്ന് എഴുതാമെങ്കിൽ ചർച്ച് എന്ന വാക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ എഴുതി നോക്കുക ടെമ്പിൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ UGP OJB. ഇത് നമ്മൾ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം നോക്കുക. അപ്പോൾ നമുക്കറിയാം T കഴിഞ്ഞ് +1 ആണ് U. അതുപോലെ E കഴിഞ്ഞ് +2 ആണ്. അതുപോലെ M കഴിഞ്ഞ് +3 ആണ്. പക്ഷെ Pക്ക് മുമ്പാണ് അപ്പോൾ -1 ആണ്. അതുപോലെ Lന് 2 വാക്ക് ഇപ്പുറത്താണ് J വരുന്നത്. അതുപോലെ -3. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് +1 +2 +3 -1 -2 -3. ആ ഒരു ഇത് ഉപയോഗിച്ച് ചർച്ച് എങ്ങനെ എഴുതാം? CHURCH. ഈ ചർച്ച് എന്ന വാക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ന വാക്ക് എങ്ങനെ എഴുതാം? ടെമ്പിൾ എന്ന വാക്ക് ഉപയോഗിച്ച് ഈ ഒരു കോഡ് ഉണ്ടാക്കി നമുക്ക് ചർച്ച് എന്ന വാക്ക് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ C കഴിഞ്ഞിട്ട് 1 T, H കഴിഞ്ഞ് 2 കഴിഞ്ഞാൽ J, U കഴിഞ്ഞ് 3 X, R-ന് -1 Q, Cക്ക് -2 A, Hന് -3 E. അപ്പോൾ നമ്മുടെ ആൻസറാണ് കിട്ടിയിരിക്കുന്നത്. വേറെ ക്വസ്റ്റ്യൻ. ഒരു ലിഫ്റ്റിൽ 12 പുരുഷന്മാരെയോ അല്ലെങ്കിൽ 20 കുട്ടികളെയോ മാത്രമേ കയറ്റി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. എന്നാൽ 15 കുട്ടികൾക്കൊപ്പം എത്ര പുരുഷന്മാരെ ആ ലിഫ്റ്റിൽ കയറ്റാം? ഇവിടെ 20 കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ട്. 20 കുട്ടികൾക്ക് സമമാണ് 12 പുരുഷന്മാർ. കാരണം 12 പുരുഷന്മാരെയോ അല്ലെങ്കിൽ 20 കുട്ടികളെയോ ആണ് ലിഫ്റ്റിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ 20 കുട്ടികൾക്ക് 12 പുരുഷന്മാരാണല്ലോ, അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരു കുട്ടിക്ക് എത്ര പുരുഷന്മാരാണ്? 12/20 വരും. ഒരു കുട്ടിക്കുള്ള പുരുഷന്മാരാണ് 12/20. അതുപോലെ ഇപ്പോൾ 15 കുട്ടികൾക്ക് ഇവിടെ പറഞ്ഞിട്ട് 15 കുട്ടികൾക്ക് എത്ര പുരുഷന്മാർ നോക്കാം? 15 × 12/20.
നമ്മൾ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3 4 12/4 എന്ന് പറയുമ്പോൾ 3 3 × 3 9. 15 കുട്ടികൾക്ക് സമമാണ് 9 പുരുഷന്മാർ. 15 കുട്ടികൾക്ക് 9 പുരുഷന്മാർ തുല്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് ലിഫ്റ്റിൽ എത്ര പുരുഷന്മാർ പോവാം? 12 പുരുഷന്മാർ പോവാം. അപ്പോൾ 12 - 9 ഇനി എത്ര പോവാം? 3 പുരുഷന്മാരും കൂടി ആ ലിഫ്റ്റിൽ കയറാം. അപ്പോൾ 3 പുരുഷന്മാർക്കും കൂടി അവിടെ ചാൻസ് ഉണ്ട്. ആ ലിഫ്റ്റിൽ കയറാൻ 3 പുരുഷന്മാർക്കും കൂടി ചാൻസ് ഉണ്ട്. ഒരു സാധനം 15% ലാഭത്തിൽ വിറ്റപ്പോൾ 10% ലാഭത്തിന് വിറ്റതിനേക്കാൾ 80 രൂപ കൂടുതൽ കിട്ടി. സാധനത്തിൻ്റെ മുടക്കുമുതൽ എത്ര? 15% ലാഭത്തിലാണ് വിറ്റത്. ഒരു സാധനം ഒരു സാധനം 15% ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ ആ സാധനം എന്ന് പറഞ്ഞാൽ 100% ആണല്ലോ. 100% ആണ് ആ സാധനം. ആ സാധനം 115% വിറ്റത്. 15% നമുക്ക് ലാഭം കിട്ടിയത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10% ലാഭത്തിന് വിറ്റതിനേക്കാൾ 80. അപ്പോൾ 110% വിറ്റതിനേക്കാൾ 80 രൂപ ലാഭം കിട്ടി. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് ഈ 5% എന്ന് പറയുന്നത് ഇവിടെ 80 രൂപയാണ്. അപ്പോൾ സാധനത്തിൻ്റെ മുടക്കുമുതൽ എത്ര? 5% 80 ആകുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5% 80 ആകുമ്പോൾ അതിന് 100% കാണാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് 5നെ കട്ട് ചെയ്യാം. ഇവിടെ 5 20 പ്രാവശ്യം 8 × 2 16. 16 2 0 1600. 1600 രൂപയാണ് ആ സാധനത്തിൻ്റെ മുടക്കുമുതൽ. സോറി, ഇവിടെ പറഞ്ഞിട്ടുള്ളത് 115% വിറ്റപ്പോഴാണ് വിറ്റ സാധനമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് 110% വിറ്റതിനേക്കാൾ 80 രൂപ അധികം കിട്ടി. അപ്പോൾ നമുക്കറിയാം ഈ 115 നിന്ന് 110 കുറച്ചാൽ 5%. 5% 80 രൂപ. ആ 80 രൂപ നമുക്ക് തന്നപ്പോൾ അതിൻ്റെ 100% എത്രയാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ അതിന് 100% ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു സാധനത്തിൻ്റെ 1% തന്നാൽ, അപ്പോൾ 10ൻ്റെ 5% തന്നാൽ അതിൻ്റെ 10 എന്ന് പറയുന്നത് 5%. അതിൻ്റെ 100% എത്രയാണെന്ന് 10 ആയിരിക്കണം. 5 × 100 ചെയ്താൽ മതി. വേറെ ക്വസ്റ്റ്യൻ. ഒരു പരീക്ഷയിൽ 40% കുട്ടികൾ ഇംഗ്ലീഷിൽ തോറ്റു. 60% കുട്ടികൾ ഗണിതത്തിൽ ജയിച്ചു. 10% കുട്ടികൾ രണ്ടിലും തോറ്റുവെങ്കിൽ വിജയശതമാനം എത്ര? ഇപ്പോൾ പരീക്ഷ നടന്നിട്ടുണ്ട്. 40 കുട്ടികൾ ഇംഗ്ലീഷിൽ തോറ്റു. അതുപോലെ 60% കുട്ടികൾ ഗണിതത്തിലും ജയിച്ച്. അത് ജയിച്ചുന്നുണ്ട്, ശ്രദ്ധിക്കുക. അതിൽ 10% കുട്ടികൾ രണ്ടിലും തോറ്റുവെങ്കിൽ വിജയശതമാനം എത്ര? അപ്പോൾ ഇംഗ്ലീഷിൽ 40% കുട്ടികളാണ് തോറ്റത്. അതുപോലെ മാത്സിൽ എത്ര കുട്ടികളാണ് തോറ്റത്? 60% കുട്ടികൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100% മൊത്തം കുട്ടികൾ. 60% കുറച്ചാൽ 40% കുട്ടികളാണ് മാത്സിൽ തോറ്റത്. രണ്ടിലും തോറ്റതോ? രണ്ടിലും തോറ്റത് 10% കുട്ടികളാണ്. 10% കുട്ടികൾ രണ്ടിലും തോറ്റു. ഇംഗ്ലീഷിൽ 40%, മാത്സിൽ 40%. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് 2. ഇംഗ്ലീഷ്, മാത്സ്. നോക്കാം. 40% ഇംഗ്ലീഷിൽ, 10% ഇവിടെ, അതുപോലെ 40% മാത്സിൽ. പക്ഷേ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്, നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇവിടെ 40% കുട്ടികൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ 40%ത്തിൽ ഈ 10% ഇൻക്ലൂഡ് ആണല്ലോ. അതുപോലെ ഇവിടെ 40% മാത്സ് തന്നിട്ടുള്ള കുട്ടികളിലും ഈ 10% ഇൻക്ലൂഡാണ്. അപ്പോൾ നമ്മളത് മൈനസ് ചെയ്യാം. ഇവിടെ ആക്ച്വൽ ഇംഗ്ലീഷിൽ എത്ര കുട്ടികൾ തോറ്റു, അതുപോലെ ആക്ച്വൽ മാത്സിൽ എത്ര കുട്ടികൾ തോറ്റു, അത് നമ്മൾ കണ്ടെത്തുക. അത് കണ്ടെത്താൻ നമുക്ക് ഇംഗ്ലീഷിൽ തന്നിട്ടുള്ളത് 40% കുട്ടികൾ തോറ്റു എന്ന് പറഞ്ഞു. അതിൽ നിന്നും 10% രണ്ടിലും തോറ്റു. അപ്പോൾ നമുക്ക് 30% ആകെ ഇംഗ്ലീഷിൽ
ഇംഗ്ലീഷിൽ മാത്രമായി തോറ്റത് 30%. അതുപോലെ മാത്സിലും മാത്രമായി തോറ്റത് എന്ന് പറഞ്ഞാൽ 40 - 10 30%. അതുപോലെ 2-ൽ 10%. അപ്പം മൊത്തം തോറ്റ കുട്ടികളെന്ന് പറഞ്ഞാൽ 30 + 10 മൊത്തം 70% കുട്ടികളാണ് 2-ലും അതുപോലെ 2-ലും മൊത്തത്തിൽ തോറ്റത്. ആ ക്ലാസ്സിൽ പരീക്ഷയിൽ മൊത്തത്തിൽ തോറ്റ കുട്ടികൾ 70%. ഇപ്പോൾ വിജയിച്ച കുട്ടികളെ ചോദിച്ചുള്ള വിജയ ശതമാനം എത്ര? 100 - 70 30%. അപ്പോൾ 30% കുട്ടികളാണ് ആ ക്ലാസ്സിൽ വിജയിച്ച കുട്ടികൾ. വേറെ ക്വസ്റ്റ്യൻ, 1-നും 20-നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര? കുറച്ച് ഒരു 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ നിങ്ങൾ പഠിച്ച് വെക്കുക, എന്നാൽ നമുക്ക് ഒരു ഉപകാരപ്പെടും. അപ്പോൾ ഇവിടെ 1-നും 20-നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ നമ്മൾ നോക്കാം. 2 ഉണ്ട്, 3, 5, 7, 11, 13, 17, 19. ഇതിൻ്റെ ശരാശരി ചോദിച്ചു. ശരാശരി എന്ന് പറയുമ്പോൾ എത്ര സംഖ്യകളുണ്ട്? 2, 4, 6, 8 സംഖ്യകൾ. അതിൻ്റെ എത്ര ആൻസർ അത് നോക്കാം. ഇപ്പോൾ 2, 3, 5, 10, 17, 17ഉം 10ഉം 27, 28, 28, 38, 41, 51, 58, 58ഉം 68ഉം 77. 77 ഹരിക്കണം 8. 77 ഹരിക്കണം 8 എത്ര വരാം? 9.625 എന്ന് വരും. 9.625 എന്ന്. വേറെ ക്വസ്റ്റ്യൻ, 24 പേർ ദിവസേന 8 മണിക്കൂർ ജോലി ചെയ്താൽ 10 ദിവസം കൊണ്ട് ജോലി തീരും. ദിവസേന 10 മണിക്കൂർ ജോലി ചെയ്ത് 6 ദിവസം കൊണ്ട് ജോലി തീർക്കാം എത്ര ആളുകൾ വേണം? വർക്ക് ഓൺ ടൈമാണ്. 24 പേർ ദിവസേന 8 മണിക്കൂർ ജോലി ചെയ്താൽ 10 ദിവസം കൊണ്ടാണ് തീരുന്നത്. അപ്പോൾ ദിവസേന 10 മണിക്കൂർ ജോലി ചെയ്ത് 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേര് വേണം? നമുക്കറിയാം, M1 ആളുകൾ H1 മണിക്കൂർ കൊണ്ട് D1 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി, M2 ആളുകൾ H2 മണിക്കൂർ കൊണ്ട് D2 ദിവസം കൊണ്ട് തീർക്കും. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇവിടെ M1 എന്നിട്ടുണ്ട് 24 M1 എന്ന് പറഞ്ഞാൽ 24. മണിക്കൂർ എന്നിട്ടുണ്ട് 8 എന്നിട്ടുണ്ട്. അതുപോലെ ദിവസം 10. ഇവിടെ M2 നമുക്ക് തന്നിട്ടില്ല. M2 നമുക്ക് കാണേണ്ടത്. അതുപോലെ 10 മണിക്കൂർ തന്നിട്ടുണ്ട്, ദിവസം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് M2 കാണണം. M2 കാണാൻ 24 × 8 × ഇവിടെ ഗുണിക്കണം നല്ലത് നേരെ താഴോട്ട് വരും. 10 × 6 വരും. ഇത് ചെയ്താൽ മതി. അപ്പോൾ 10ഉം 10ഉം കട്ട് ചെയ്ത് പോവുക. 6 ഇവിടെ 4 പ്രാവശ്യം. 4 × 8 16, 32 ആളുകൾ ആണ് ആ ഒരു ജോലി 10 മണിക്കൂറും 6 ദിവസം കൊണ്ടും തീർക്കാൻ 32 ആളുകൾ വേണം. ഈ മണിക്കൂർ വെച്ചുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ചെയ്താൽ മതി. M1 H1 D1, അതുപോലെ M2 H2 D2. ഇപ്പോൾ നമ്മോട് ആളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ M2 നമുക്ക് കാണണം. അതുപോലെ തന്നെ H2 മണിക്കൂർ കാണണമെങ്കിലും സെയിം ഇക്വേഷൻ തന്നെയാണ്. അതുപോലെ D2 കാണണമെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. വേറെ ക്വസ്റ്റ്യൻ, കിലോഗ്രാമിന് 30 രൂപ വിലയുള്ള ചിക്കറിയും 45 രൂപ വിലയുള്ള കാപ്പിപ്പൊടിയും ഏത് അംശബന്ധത്തിൽ ചേർത്ത് 60 രൂപ വില വെച്ച് വിറ്റാൽ 50% ലാഭം കിട്ടും? അപ്പോൾ നമുക്ക് 60 രൂപ വില വെച്ച് വിറ്റ 50% ലാഭം കിട്ടുമെന്ന് പറയുന്നുണ്ട്.
30 രൂപ വിലയുള്ള ചിക്കറിയും അതുപോലെ 45 രൂപ വിലയുള്ള കാപ്പിപ്പൊടിയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 60 രൂപയാണ് ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത്. 60 രൂപയാണ് ഇവിടെ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 50% ലാഭം വെച്ചാണ് നമുക്ക് 50% ലാഭത്തിലാണ് നമുക്ക് വിൽക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് നിന്നിട്ടില്ല. അപ്പോൾ ഈ 60 രൂപ എന്ന് പറയുന്നത് 50% ലാഭമുള്ള റേറ്റാണ്. അപ്പോൾ 50% 100%മാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എങ്കിൽ 50% ലാഭത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് 150%മാണ്. 150% എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട് 60 രൂപ എന്നുണ്ട്. 100% കാണണമെങ്കിൽ 60 ആയിരിക്കണം. 150 × 100 15 60 15 4 പ്രാവശ്യമാണ്. 15 15 30 30 30 60. അപ്പോൾ 4 പ്രാവശ്യം 4 × 10 40. അപ്പോൾ 40 രൂപയാണ്. 40 രൂപയാണ് അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ പർച്ചേസ്, അതിൻ്റെ മുതൽ മുടക്ക് എന്ന് പറഞ്ഞാൽ 40 രൂപയാണ്. 60 രൂപക്ക് വിൽക്കുമ്പോഴാണ് അത് നമുക്ക് എത്ര ശതമാനം? 50% ലാഭത്തിൽ കിട്ടുന്നത്. ഇത് നമുക്ക് നോക്കാം. ചിക്കറി, കാപ്പി ഇവിടെ പറഞ്ഞിട്ടുണ്ട് 30 രൂപ വിലയുള്ള ചിക്കറിയാണ്. അതുപോലെ 45 രൂപയുള്ള കാപ്പിപ്പൊടി. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 40 രൂപയാണ്. അപ്പോൾ 40 രൂപ വിലയുള്ള കോസ്റ്റ് അപ്പോൾ നമുക്ക് നോക്കാം. അംശബന്ധം നോക്കുകയാണെങ്കിൽ ക്രോസ് ചെയ്യുക. 45 40 പോയാൽ 5 ഈസ്റ്റു 30 40 പോയാൽ 10 5:10. 5:10 എന്ന് പറഞ്ഞാൽ 1:2. അപ്പോൾ 1:2 എന്ന അംശബന്ധത്തിൽ ചേർത്താൽ നമുക്ക് 50% ലാഭത്തിൽ 60 രൂപയ്ക്ക് വിൽക്കാം. വേറെ ക്വസ്റ്റ്യൻ. നീലയും മഞ്ഞയും ചായങ്ങൾ 2:5 എന്ന അംശബന്ധത്തിൽ കലർത്തി പുതിയ ഒരു നിറമുണ്ടാക്കി. നീലച്ചായകൾ 6 ലിറ്റർ കൂടുതലാണ് മഞ്ഞച്ചായമെങ്കിൽ മഞ്ഞച്ചായം എത്ര ലിറ്ററാണ്? 2:5 ആണ്. 2 എന്ന് പറയുന്നത് നീലയാണ്, 5 എന്ന് പറയുന്നത് മഞ്ഞ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് 6 ലിറ്റർ, നീലയേക്കാൾ 6 ലിറ്റർ കൂടുതലാണ് മഞ്ഞച്ചായം. 6 ലിറ്റർ കൂടുതലാണ്. എന്ന് പറയുന്നത് ഇവർ തമ്മിൽ വ്യത്യാസമാണല്ലോ. ആ ഒരു ഐഡിയ എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് 5 - 2 3 ആണ്. ഈ 3 എന്ന് പറയുന്നതാണ് 6. അപ്പോൾ 1 എന്ന് പറയുന്നത് 6 ആയിരിക്കണം, 3 2 ആയിരിക്കുമല്ലോ. 2 ആണ്. ഈ ഒരു അംശബന്ധം എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമ്മൾ ചോദിച്ചില്ലെങ്കിൽ മഞ്ഞച്ചായം എത്ര ലിറ്ററാണ്? മഞ്ഞച്ചായം 2 × 5 10 ലിറ്ററാണ് മഞ്ഞച്ചായം. ഇപ്പോൾ മനസ്സിലായി തോന്നുന്നു. നമ്മൾ 2:5 ആണ് മഞ്ഞച്ചായം നീലച്ചായം തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നീലച്ചായത്തേക്കാൾ കൂടുതലാണ്, 6 ലിറ്റർ കൂടുതലാണ് മഞ്ഞച്ചായം എന്ന് പറഞ്ഞത്. അപ്പോൾ നീലച്ചായത്തേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ തന്നിട്ടുള്ളത് 6 ലിറ്റർ. അപ്പോൾ 6 ലിറ്റർ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 പറഞ്ഞാൽ 5 - 2 ആണ് 3. ആ 3 എന്ന് പറയുന്നത് 6 ലിറ്റർ ആണെങ്കിൽ അതിൽ 1 എന്ന് പറയുന്നത് 3 ആയിരിക്കണം, 6 ആയിരിക്കണം, 3 അത് 2 ആണല്ലോ. അപ്പോൾ ആ 2 × 5 ആണ് ഇവിടെ അംശബന്ധം. 5 ആണ്. 2 × 5 10 ലിറ്ററാണ് മഞ്ഞച്ചായം. അതുപോലെ 2 × 2 4 ലിറ്ററാണ് നീലച്ചായം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് മഞ്ഞച്ചായാണ്. മഞ്ഞച്ചായം 10 ലിറ്ററാണ്. വേറെ ക്വസ്റ്റ്യൻ. എയുടെ ശതമാനം 64 ആയാൽ എയുടെ വില എത്ര? അപ്പോൾ എയുടെ A/100 ഇതാണല്ലോ ശതമാനം. എയുടെ ശതമാനം, ശതമാനം എന്ന് പറഞ്ഞാൽ അത് 64 ആണ്. അപ്പോൾ എയുടെ ശതമാനം 64 തന്നിട്ടുണ്ട്. അപ്പോൾ എയുടെ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ നമുക്ക് ഇത് ഗുണിച്ച് നോക്കാം. A × A². A² ഇവിടെ ഹരിക്കണം എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ അത് ഗുണിക്കണം. 64 × 100
6400. എ സ്ക്വയർ എന്ന് പറയുന്നത് 6400 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 6400 അതിൻ്റെ റൂട്ട്, അല്ലെങ്കിൽ 64-ന് 100-ന് റൂട്ട്, അത് കണ്ടാലും മതി. അപ്പോൾ 64-ൻ്റെ റൂട്ട് എത്രയാണ്? 64-ൻ്റെ റൂട്ട് നമുക്കറിയാം 8 ആണ്. അപ്പോൾ ഇവിടുന്ന് റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 0 ഇങ്ങോട്ട് വരുമ്പോൾ, താഴേക്ക് വരുമ്പോൾ അത് ഒരു 0. അപ്പോൾ വരുന്നത് 80-ൻ്റെ റൂട്ടാണ് 6400 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 64-ൻ്റെ റൂട്ട് കാണാം 8, ഇങ്ങനെ കാണാം റൂട്ട് 64 ഇൻറ്റു 100. അപ്പോൾ 8 ഇൻറ്റു 10 വരും, അത് 80. അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ എ എന്ന് പറയുന്നത് 80 ആണ്. ഇപ്പോൾ 80-ൻ്റെ 80% 64 എന്നാണ് അതിൻ്റെ നോക്കുന്നത്. ഈ ഒരു രീതി നിങ്ങൾക്ക് ഓപ്ഷൻ എടുത്ത് ചെയ്യാം. ഓപ്ഷൻ തന്നിട്ടുള്ള ആ ഒരു മെത്തേഡ്, ഓപ്ഷനിൽ കുറേ സംഖ്യകൾ തന്നിട്ടുണ്ടാവുമല്ലോ, ആ സംഖ്യകൾ എടുക്കുക. എന്നിട്ട് അതുപോലെ അതിന് എക്ക് പകരം ചെയ്ത് നോക്കുക. ഇവിടെ എ ഇങ്ങനെ ആയിരിക്കും ചെയ്യുക. അതിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ 60 60 ചെയ്യാം. 60 × 60 ആയിരിക്കണം 100. അത് കിട്ടുന്നത് വില 64 നോക്കുക. ഒരിക്കലും 64 വരില്ല, കാരണം 80-ന് താഴെ 60-ന് താഴെയുള്ള ശതമാനങ്ങളൊന്നും വരില്ല, അതിൻ്റെ മേലേക്കുള്ള ഇതുള്ളൂ വരിക. അപ്പോൾ നിങ്ങൾക്ക് 64 കിട്ടുന്നുണ്ടാവുക. അങ്ങനെയും ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. വേറെ ക്വസ്റ്റ്യൻ 3/5 പ്ലസ് 3/5 പ്ലസ് 3/5 എത്രയാണ്? നമുക്കെല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അറിയുന്നവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ 3/5 ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 3 × 3/5 എന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 × 3/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 3/5 എന്ന് പറയുന്നത് 3/6 ആണ്. ഈ ഒരു ഐഡിയ വെച്ച് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. മറ്റേത് 3/15 ഉണ്ടാവും, 3/, അതുപോലെ 3/8 ഉണ്ടാവും, 26 ഉണ്ടാവും. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മളെ കുഴപ്പിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ രീതിയിൽ നമ്മൾ അതിനെ കാണുക, ആ ആൻസർ തിരഞ്ഞെടുക്കുക. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. വേറെ ക്വസ്റ്റ്യൻ 2003 ഡിസംബർ 31 ഏത് ദിവസമാണ്? PSC ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ സാധാരണ ഡിഗ്രി എക്സാമിൽ ചോദിക്കാറുള്ളൂ. പക്ഷേ എങ്കിൽ ഇപ്പോൾ അടുത്തുള്ള LDC എക്സാമിലും അതുപോലെ 2-3 എക്സാമിലൊക്കെ ഇത് ചോദിക്കുന്നത് കണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 400 കൊണ്ട് പൂർണ്ണമായും മരിക്കാൻ കഴിയുന്ന അതിവർഷങ്ങളിൽ ഡിസംബർ 31 ഞായറാഴ്ച ആയിരിക്കും. 400 കൊണ്ട് പൂർണ്ണമായും മരിക്കാൻ കഴിയുന്ന ദിവസങ്ങൾ. 400 കൊണ്ട് ഈ 2003 അടുത്ത് ഏതാണ് 400 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന വർഷം? അത് 2000 ആണ്. ഇപ്പോൾ 2000 ഡിസംബർ 31 എന്ന് പറയുന്നത് ഞായറാഴ്ച. അപ്പോൾ നമുക്കറിയാം 400 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന വർഷങ്ങളിലെ ഡിസംബർ 31 ഞായറാണ്. അപ്പം ഞായറാണ്. ഇപ്പോൾ 2001 ഡിസംബർ 31 എന്ന് പറയുന്നത് ഞായറാവുമ്പോൾ ഒരു ദിവസം മുന്നോട്ട്. അതിവർഷമല്ലാത്ത ദിവസങ്ങൾ 365 ദിവസങ്ങളുണ്ടാകുക. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ, ഇന്ന് ഡിസംബർ 31 ഞായറാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം ഇതേ ദിവസം തിങ്കളാഴ്ച ആയിരിക്കും. ആ ഒരു ബേസ് വെച്ച് ചെയ്യുക. അപ്പോൾ തിങ്കൾ. അതുപോലെ 2002 ഡിസംബർ 31 എന്ന് പറയുമ്പോൾ തിങ്കളാവുമ്പോൾ ചൊവ്വായിരിക്കും. അതുപോലെ 2003 ഇവിടെ നമ്മൾ 2003 ഡിസംബറാണ്. ചൊവ്വ നമ്മൾ പറഞ്ഞു നേരെ ഒരു ദിവസം കൂടി അധികം. അപ്പോൾ ബുധൻ.
അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് 2003 ഡിസംബർ 31 ഏതാണ് ദിവസം എന്ന് ചോദിച്ചിട്ടുള്ളത്. 2003 ഡിസംബർ 31 പറഞ്ഞാൽ ബുധനാഴ്ചയാണ്. അപ്പോൾ ബുധനാഴ്ചയാണ് ഇതിൻ്റെ ആൻസർ. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മാത്സ് ഒന്നും ഒരിക്കലും കാണാതെ പഠിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ലിസ്റ്റിൽ കയറാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അതുപോലെ ദയവായി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കാരണം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.